നമസ്കാരം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൂഡ്, കുറേ കാലത്തിന് ശേഷം. അപ്പോൾ ഇന്ന് ചെറിയ മോനെ ഇവിടെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. ഇത് യലാങ്കിൻ്റെ അടുത്തുള്ളൊരു കോളേജാണ്, ഡിസൈൻ കോളേജ്. അപ്പോൾ ഞാനും സുനേട്ടനും നമ്മളെ പണ്ട് ആദ്യം ഇവിടെ ബാംഗ്ലൂർ പോസ്റ്റഡ് ആയിരുന്ന സമയത്തുള്ള എയർഫോഴ്സിൽ ഉണ്ടായ സമയത്ത് പോസ്റ്റഡ് ആയിരുന്ന ആ ഒരു ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ചെറിയ കുട്ടിയാണ്. എൻ്റെ മൂത്ത മോന് 1 year പ്ലസ് ഓൾമോസ്റ്റ് 2 years, കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് സുനേട്ടന് ഓടാൻ പോയിരുന്ന റോഡുകൾ ഇതൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെ ഫുള്ള് സ്ഥലമേ മാറിപ്പോയി. ഇനി ഇവിടെ ഓടിയാൽ ജീവനോടെ തിരിച്ചു വീട്ടിലെത്തൂല, ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സുനേട്ടൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഉള്ളത്. കുറച്ച് ബിസി ആയിരുന്നു. ഇപ്പോൾ ഇനി ഒരു 2 weeks ബിസിയാന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും സുനേട്ടും കൂടെ സുനേട്ടൻ നയിക്കണ്ട് അപ്പം, ഇടിയപ്പം, പുട്ട്, അതിലേതെങ്കിലും ഇതെല്ലാം ഏതെങ്കിലും. ഓക്കെ, ഓക്കെ. ഞാൻ എൻ്റെ മനസ്സിൽ നല്ല അപ്പവും മുട്ട റോസ്റ്റും. അപ്പോൾ ഇവിടെ യം കേരളം എന്ന് പറഞ്ഞിട്ടൊരു നല്ല അടിപൊളി മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ രാവിലെ മോനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോന്ന. സുനേട്ടൻ്റെ വീഡിയോനെ പറ്റി ഞാൻ പറഞ്ഞാൽ കുഴപ്പമുണ്ടാവും? ഓക്കെ. അപ്പം സുനേട്ടൻ ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്നത് H160 എന്ന് പറഞ്ഞിട്ടൊരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ ഫസ്റ്റ് H160 കേട്ടോ. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യേണ്ട ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ സുനേട്ടൻ ഉള്ളത്. ബുദ്ധിമുട്ടിലല്ല, ബിസി ആണ്. അപ്പോൾ സുനേട്ടൻ ഇതിനിടയ്ക്കൊരു ഇൻ്റർവ്യൂ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു H160നെ പറ്റിയിട്ട്, ബാത്റൂമിൽ. ഞാൻ ഞെട്ടിപ്പോയി വീഡിയോ പ്രസൻറ്റേഷനെല്ലാം കണ്ടിട്ട്. പണ്ട് എനിക്ക് കോവിഡ് സമയത്ത് ഫുള്ള് വീഡിയോ എടുത്തു തന്നത് സുനേട്ടനാണ്. അന്നേരം ഒന്നും സംസാരിക്കലെല്ലാം വളരെ ബുദ്ധിമുട്ടിട്ട് ഇങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ടെല്ലാം ചെയ്തിട്ടുണ്ടായിനി. ഇപ്പം അത് സൂപ്പർ കൂളായിട്ട് ഫുള്ള് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നല്ല സെലിബ്രിറ്റീനെ പോലെ ഫുൾ സ്റ്റൈലിൽ പറയുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. ഐ വിൽ ഗിവ് ദറ്റ് ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണണേ. ഓണസദ്യ ബുക്കിംഗ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പം ഒരു അപ്പവും മുട്ട റോസ്റ്റും, ഒരു പ്ലേറ്റിൽ 3 അപ്പം. പിന്നെ വേറെ ഇടിയപ്പം ഉണ്ടല്ലോ. ഇടിയപ്പമുണ്ട്, ചപ്പാത്തി ഉണ്ട്. ഇടിയപ്പത്തിൻ്റെ കൂടെ എന്താ പറയുക? ഇടിയപ്പത്തിൻ്റെ ചിക്കൻ സ്റ്റൂ ഉണ്ട്, ബീഫ് കറി ഉണ്ട്. ബീഫ് കറി കോംബോ ഉണ്ട്. കോംബോ നല്ല നോൺ വെജ് കോംബോ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ബീഫ് കറിയും ഒരു പ്ലേറ്റ് ഇടിയപ്പം കൊടുക്കും. കോംബോ കൊടുക്കും. 2 ചായ.
ഞാനിങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഒരു ഷോപ്പിന്റെ പേര് റോൾ ജോയിന്റ്. ഓക്കെ, അപ്പൊ എൻ്റെ തലയിൽ ഇങ്ങനെ പോന്നേ ബാങ്കോക്കിൽ മറ്റേ ഇവിടെ തായ്ലൻഡിലെല്ലാം കാനബീസ് മറ്റേ കഞ്ചാവ് എല്ലാം ലീഗലാണ് ഇപ്പം. പക്ഷേ നമ്മളെ നാട്ടിൽ റോൾ ജോയിന്റാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. സുനിയോട്ടോട് ഇപ്പോൾ സുനിയോണ്ട് അത് ആ റോളല്ല, ആ ജോയിന്റ് അല്ല, റോളിന്റെ ജോയിന്റാണെന്ന്. ചിക്കൻ അല്ലല്ല, നിങ്ങളല്ല ഈ മീനി. ഓക്കെ ആ സരി ഇന്നെന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് പെട്ടെന്നൊരു ഫ്രണ്ടും വൈഫും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു തട്ടിക്കൂട്ടല്ല, പെട്ടെന്നുള്ള ലഞ്ച് കേട്ടോ, ക്വിക്ക് ലഞ്ച്, പക്ഷെ നല്ല ടേസ്റ്റി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ ഇതാ 2 കൈപ്പൊക്കെ ഉണ്ട്, അതിന് ഞാൻ ഒന്ന് പൊരിച്ചെടുക്കും. പിന്നെ ചെമ്മീൻ ഫ്രൈ ആക്കാം. ആവോലിണ്ട്, അത് നല്ലൊരു തേങ്ങാപ്പാലിൽ വെച്ചിട്ട് കറിയാക്കാം. ഇത് മറ്റേ നമ്മള് കിണറെന്നാ പറയാ, ഇത് മത്തീന്റെ ഉണ്ട് ആവോലിന്റെ ഉണ്ട്. ഇത് എന്റെ ഫേവറേറ്റാ. അപ്പൊ ഞാനത് നല്ല മസാലയിലാക്കിയിട്ട് എനിക്ക് പൊരിച്ചു തന്നാണ്. സുനേട്ട് വേണ്ടല്ലോ? വേണ്ട, താങ്ക് യു. ഈ മത്തിയിൽ പകുതി പീനട്ടിനെ മഞ്ഞൾ മാത്രം ഇട്ടിട്ട് വേവിച്ച് കൊടുക്കും. അത് അവൻ്റെ സ്കിന്നിനെല്ലാം നല്ലത്. അവനിപ്പോൾ 7.5 വയസ്സായി. അപ്പോൾ ചെറുതായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ട്, ആർത്രൈറ്റിസ് എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുന്നു. റൈസ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കലയുണ്ട്, കല എനിക്ക് തേങ്ങ അരച്ചിരുന്ന് ഫിഷെല്ലാം ഉണ്ടാക്കി തന്നു. സാധാരണ കലയാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഒരു മൂഡിനനുസരിച്ച് അതെന്താന്നറിയാം, കല തേങ്ങ ചെറുകുന്നോണ്ട് അവിടെ ഇരിക്കുന്നതാണ്. അവന് ഭയങ്കര ഇഷ്ട തേങ്ങ. കല തേങ്ങ ഇല്ല, മൂടില്ല. അല്ല, ഫുള്ള് ശ്രദ്ധ തേങ്ങയില. ലൈറ്റ് ഇല്ലല്ലോ, ഇങ്ങോട്ടോ? ഹാഫ് കെ ജി ഇന്നിപ്പിട്ട് വേണ്ട, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ.
അപ്പൊ ഞാൻ പിന്നെയും കിച്ചണിൽ തിരിച്ചെത്തി. ഉച്ചക്ക് ലഞ്ചെല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി ഫുഡെല്ലാം കഴിച്ചു. ഇപ്പോ വൈകുന്നേരത്തെ ചായ സുനേട്ട ഉണ്ടാക്കണം. രാത്രി ഫിഷ് കറിയെല്ലാം ബാക്കിയുണ്ട്. പക്ഷേ എൻ്റെ കുട്ടികൾ കഴിക്കൂല, അവർക്ക് സീ ഫുഡ് അത്രയും താല്പര്യമൊന്നുമില്ല. സോ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് ബാക്കി വന്നു ഉള്ളി, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് മേക്ക് ക്വിക്ക് ചിക്കൻ കറി, പിന്നെ റൈസ് പോരെ. മതി. നല്ലൊരു ഷോട്ട് എടുക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാം മറിഞ്ഞുപോയി. നല്ലൊരു ഷോട്ട് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ചായ എല്ലാം മറിഞ്ഞുപോയി. ചിക്കൻ കറി ഓൾമോസ്റ്റ് ഇങ്ങനെ ബാക്കിയല്ലായി. പക്ഷേ ഈ ഗരം മസാല ഇല്ലേ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് സാധാരണ കൊണ്ടുവരുന്നതാണ്. നാട്ടിലെ പൊടി മസാലയാണ് ഞാൻ അധികം യൂസ് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം അത് തീർന്നു പോയപ്പോൾ എനിക്ക് നാട്ടിൽ പോകാനും പറ്റിയില്ല, എടുക്കാനും പറ്റിയില്ല. അപ്പോൾ നമ്മൾ വീട്ടിലെ തൊട്ട് അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചടുത്ത് ഒരു ഓർഗാനിക് അവിടെ നിന്ന് തന്നെ പൊടിച്ച് അവിടെ നിന്ന് തന്നെ ആട്ടി എല്ലാ എണ്ണയും മസാലയെല്ലാം ആക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചതാ. സോ നല്ല മണം. ഈ ചിക്കൻ കറിയിലാക്കാൻ ആകെ സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ, 10 മിനിറ്റ് മാക്സിമം. ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ മേലെ കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കുക, ഫിനിഷ്. गेट पे आता हूँ पिकअप करने। इतनी बारिश हो रहा ना कहीं, तो लगता है बारिश हो रहा है। क्या तो थोड़ी बारिश हो रहा है। അപ്പം രാത്രിത്തെ കുക്കിംഗ് എല്ലാം ഫുഡ് റെഡിയാക്കി വെച്ചു. എനിക്കിനൊന്ന് പുറത്ത് പോയിട്ട് ആവശ്യമുണ്ട്. എന്തിനാന്നാ, ജിമ്മിൽ പോകണമെങ്കിൽ പണ്ടത്തെ ക്ലോത്ത്സ് ഒന്നും ഇപ്പം ഫിറ്റ് ആവുന്നില്ല. ഓൾമോസ്റ്റ് ഡബിൾ സൈസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ടിൽ ദ ടൈം ഐ ഫീൽ കോൺഫിഡൻറ്റ് അബൌട്ട് മൈ സെൽഫ്, കുറച്ചൊരു ലൂസ് ടീഷർട്ട്സ് എല്ലാം വേണം. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങാൻ പോകുന്നു. അപ്പോഴത്തേക്കും നല്ല മഴ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഇവിടുന്ന് കയറി അവിടെ ഇറങ്ങി ഒന്നും അറിയുന്നില്ല, മഴയൊന്നും അറിയില്ല. ബട്ട് ഇറ്റ്സ് നൈസ് ടു വാച്ച് ഫ്രം ഹിയർ. ഐ ഷോ യു. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഇവിടെ ഇരുന്നാൽ നമുക്ക് കുറച്ച് സിറ്റി ഇത് കാണാൻ പറ്റും, മഴ കാണാം, പക്ഷികളെ കാണാം, ഒറ്റയ്ക്കിരിക്കാം. എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം കാണാം. വിത്ത് അനദർ വ്ളോഗ്, അനദർ ഡേ, അനദർ ഫുഡ്, അനദർ വിശേഷങ്ങൾ.